എവിടെ ഇരിക്കടാ കോൺഫിഡൻസ് എന്താണത്? എന്നെ ഇവിടെ ഇപ്പുറത്ത് മാറ്റണ കുഞ്ഞ് എന്താണ്? ആര് ഇവിടെ ഇരുന്നാലും ഭംഗിയല്ലോന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ഇരുന്നിട്ട് ഇല്ലാട്ടാ, ഞാൻ തുടങ്ങാട്ടാ. അപ്പൊ ഹായ്, നന്ദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായ ഒരു വീഡിയോ ആണ് അല്ലേ? അപ്പൊ ഇത്രയും സന്തോഷം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ എമ്മയ്ക്ക് തോന്നുന്നത് നമ്മുടെ എൻഗേജ്മെന്റിന്റെ മുന്നിട്ട് നമ്മള് പെണ്ണണ്ട അന്ന് തൊട്ട് നമ്മുടെ ഇന്ന് വരെയുള്ള ഒരു സ്വപ്നമായിരുന്നു ഇത് ഇപ്പം നടക്കാൻ പോണത്. അപ്പം വേറൊന്നല്ല, ഭയങ്കര സന്തോഷമുണ്ട്. അതായത് എൻ്റെ കുഞ്ഞിൻ്റെ രണ്ടാളുടെ എൻ്റെ കുറേ നാൾക്ക് മുന്നുള്ള ഡ്രീമും കുഞ്ഞൻ വന്നപ്പോൾ ഞങ്ങൾ ഒത്തൊരുമിച്ചുള്ള ഡ്രീമും മാറിയതാണ് സംഭവം. അതാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറയണത്. ഞാൻ ഇപ്പം പറഞ്ഞ പോലെ എന്താ പറയുക, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, ഏറ്റവും ഗൾഫില് ഉണ്ടായിരുന്നത് ഇപ്പൊ ഖത്തറിൽ നിന്ന് വന്ന അന്ന് തൊട്ടുള്ള ഡ്രീമാണ്. ഖത്തറിൽ നിന്ന് നിർത്തി വരുമ്പോഴേ ആ ഒരു സ്വപ്നം കണ്ടിട്ടാണ് ഏട്ടൻ വന്നത്. പക്ഷെ അന്ന് പിന്നെ ആരും അതിന് ആരും ഇപ്പോഴും കൂട്ട് നിൽക്കുന്നില്ല, അന്നും അധികം ആരും കൂട്ട് നിന്നില്ല അതിന്. അപ്പൊ അതുകൊണ്ട് ആ സ്വപ്നം അന്ന് നടന്നില്ല. അന്ന് തന്നെ ഈ സ്വപ്നം കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അല്ലേ? അതെ, അതിന് കുറെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ അന്ന് ഒറ്റയ്ക്കായിരുന്നു, ആരും കൂടെ നിൽക്കാനുണ്ടായില്ല. ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. എനിക്ക് എന്നെ അറിയണവർക്ക് കുറെ പേര് അറിയാം, കാണുന്നുണ്ടാവും വീഡിയോസ്. സംതിങ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഈ നമ്മളെ പാഷൻ ആയിട്ട് പ്രാന്തായിട്ട് നടക്കുമ്പോൾ ചിലവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇത് ചിലപ്പോൾ ഈ പറഞ്ഞ സക്സസ് ആവാതിരിക്കാന്നുള്ളൊരു മെന്റാലിറ്റി ആവാം. പിന്നെ ഇഷ്ടപ്പെടുന്ന ഫാമിലി, ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല കാര്യങ്ങളും കൊണ്ടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ നല്ലോണം സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. അപ്പം ഞാൻ ഈ കുഞ്ഞിനെ പെണ്ണ് കാണാൻ വരുന്ന ടൈമിൽ പോലും ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണ് കുഞ്ഞ, ഞാനിനി ഖത്തറിലേക്ക് തിരിച്ചു പോവില്ല. എന്നോട് ഇങ്ങനെ ആലോചന വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഇപ്പോൾ കുറച്ചാളായിട്ട് നാട്ടിലാണ്, തിരിച്ചു പോകുന്നതാണ്. പക്ഷെ ആളെന്നോട് വന്നപ്പോൾ നേരെ ഓപ്പണായിട്ട് ഏട്ടൻ പറഞ്ഞു, ഞാൻ ഇനി ഖത്തറിൽ പോവില്ല, എനിക്ക് ഇവിടെ ഈ ഫീൽഡായിട്ട് നടക്കാനാണ് ഇഷ്ടം, എനിക്ക് അങ്ങനെ തിരിച്ചു പോകാൻ ഇഷ്ടമില്ല. അപ്പം ഞാൻ ഓക്കെ വ്ളോഗ് ഇൻക്ലൂഡിങ് ടു വ്ളോഗും കൂടെ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടെ രണ്ടാൾക്കും കൂടി വ്ളോഗ് എടുത്ത് നടക്കാം. ഏട്ടപ്പോൾ അവിടെ ആയിട്ട് ഞാനിവിടെ ആയിട്ട് ഇപ്പോൾ കാര്യം അങ്ങനെ ഏട്ടൊന്നും പറഞ്ഞില്ല. അല്ല, അന്ന് ഇത്ര വിശദമായി പറഞ്ഞില്ല, പക്ഷെ ഞങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നു മനസ്സിലായി. രണ്ടാൾ അവിടെ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുത്ത് നടക്കാനായിട്ടും ഒരുമിച്ച് ഉണ്ടായതെന്ന് തന്നെയാണ് എനിക്കിഷ്ടം. അപ്പം പിന്നെ രണ്ടാൾ അവിടെ ഇവിടെയും ജീവിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അതിൽ ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറയുകയും ചെയ്തു, നമുക്ക് എവിടെയെങ്കിലും കാശ് ഉണ്ടാക്കിയാൽ പോരെ. അത് ഞങ്ങൾ രണ്ടാളും അങ്ങനെയും പറഞ്ഞു. അപ്പം തന്നെ ആ സംസാരത്തിൽ ഞാൻ ഓക്കെയാണ്, എനിക്കും ആ ഒരു നാട്ടിൽ നിൽക്കണതിൽ ഒരു പ്രശ്നമില്ല എന്ന് ഏട്ടനും മനസ്സിലായി, എനിക്ക് ഏട്ടൻ പോവില്ല എന്നും എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിന് നല്ല വ്യക്തതയായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ഞാനിവിടെ ഓൾറെഡി ഈ എഡിറ്ററും വീഡിയോഗ്രാഫറൊക്കെ ഇവിടെ ആയിരുന്നു. മെയിൻ എഡിറ്റിംഗ് ആയിരുന്നു, പിന്നെ വീഡിയോയ്ക്ക് ആയിരുന്നു. ചെറുപ്പത്തിൽ ലൈറ്റ് അടിക്കാൻ പോകുമായിരുന്നു. അതിൽ തുടങ്ങിയ ഒരു പാഷനാണ്. അതായത് ഞാൻ 10th കഴിഞ്ഞിട്ട് +1 +2 തുടങ്ങിയിട്ടാണ്. 10th കഴിഞ്ഞ് വെക്കേഷനിൽ തുടങ്ങിയതാണ് ഞാനിവിടെ ഷിഹാബുക്കാന്നുള്ള ക്യാമിയോയിൽ വന്ന് ചേർന്നതും അവിടെ നിന്ന് പഠിക്കണതും ലൈറ്റ് അടിക്കാൻ പോകുന്നതും ഓരോ കാര്യങ്ങളാണെങ്കിലും ക്യാമറ ഹാൻഡിൽ ചെയ്യണതും. അതായത് 10th ക്ലാസ് തുടങ്ങിയിട്ട് എനിക്ക് ഒരു പാഷൻ ഉണ്ടായിരുന്നു ആ പുള്ളിയിൽ. ഇങ്ങനെ പോയി എൻ്റെ ഇടയിൽ പഠിത്തം, അതായത് എനിക്ക് പറഞ്ഞ പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് അതൊക്കെ പഠിച്ച്, അതുപോലെ പഠിത്തം പോകുന്നുണ്ട്, അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ജോലിക്കും പോകുന്നുണ്ട്, രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ട്, എന്നാലും ഒരു പേര് വേണമല്ല, പഠിക്കണം അല്ലേ, എന്തിനൊരു ഇത് വേണമല്ലോ എന്ന് വെച്ചിട്ട് പഠിക്കണതാണ്. എന്നാലും താല്പര്യമൊന്നുമില്ല. സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മ ഈ പറഞ്ഞതായത്. ഈ പറഞ്ഞ പോലെ ഈ ബ്ലഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പണ്ടേ തുടങ്ങി, ഇപ്പോഴല്ല, എനിക്ക് ആ ടിക്ടോക്ക് വരാൻ ചെയ്തിരുന്ന ആളാണ്. ഞാൻ കാസ്റ്റിങ്ങിന് പോയിട്ടുണ്ട്, ഞാൻ അഭിനയം സിനിമ നമുക്ക് പ്രാന്ത് പണ്ടേ ഉണ്ടായിരുന്നു. അപ്പം എന്നെ അറിയണവർക്ക് കുറേ പേർക്ക് അറിയാൻ പറ്റും, ഞാൻ പണ്ടേ തുടങ്ങിയിട്ട് അഭിനയിക്കുമായിരുന്നു. അഭിനയിക്കും ഡയറക്ടറും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. എല്ലാം ഈ പറഞ്ഞ ആ ഒരു ടിക്ടോക്കുള്ള കാലഘട്ടത്തിലുള്ള അറിയാൻ പറ്റും. ടിക്ടോക്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുക, അത് ക്യാമറ, ഒരു പാഷൻ പ്രാന്ത്, സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒക്കെ ഒരു ആളായിരുന്നു. അപ്പൊ പിന്നെ അവിടെ പോയിട്ട് പിടിച്ചിരിക്കാനുള്ള താല്പര്യം വളരെ വളരെ കുറഞ്ഞത്. സിറ്റുവേഷൻ ഒരു കാരണത്താൽ പോയി, ആ കാരണത്താൽ ഇല്ലാണ്ടായപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. അതാണ് ഉണ്ടായത്.
ആ തിരിച്ചു പോന്നപ്പോഴും കാരണം പറയണ ഇല്ല തിരിച്ചു അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഗൾഫ് എന്നൊക്കെ പറയണത് നല്ലതാണ്. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, പോണവരുണ്ടാവും. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും ഗൾഫിലുണ്ട്. അവർ ഈ വർക്ക് ചെയ്യണവരുണ്ട്, എഞ്ചിനീയറിംഗ് ആയിട്ട് ചെയ്യണവരുണ്ട്, അക്കൗണ്ടിങ് ചെയ്യണവരുണ്ട്, നിർത്തി വന്നിട്ട് ഇവിടെ നിൽക്കണവരുണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരെയും മൈൻഡ് സെറ്റുകളും ഓരോരുത്തർ ആഗ്രഹങ്ങളൊക്കെ വളരെ വലുതാണ്. അതനുസരിച്ച് പോണ്. അപ്പം ഞാൻ ഇങ്ങനെ നിർത്തി വന്ന് ഇവിടെ വീട്ടിലൊക്കെ വന്ന് ഭൂരിഭാഗം ആർക്കും അത്ര താല്പര്യം ഉണ്ടായില്ല. ഈ പറഞ്ഞ പോലെ ഈ എഞ്ചിനീയറിംഗ് വിട്ടിട്ട് ഈ ഒരു മേഖലയ്ക്ക് വന്നത് ആർക്കും അത്ര പിടിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് പോയിട്ട് എന്ത് ചെയ്യും, നമ്മ ഈ കുത്തുവാളെടുത്ത് പോവും എന്നുള്ളൊരു മെന്റാലിറ്റിയിലൊക്കെ ആയിരുന്നു എല്ലാവരുടെ വിചാരം. പക്ഷേ ഞാൻ പറയും, ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ഇതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇതിലേക്ക്, അതായത് സിനിമോട്ടോഗ്രാഫിയിലേക്ക്, അത് വെഡ്ഡിങ്ങിലേക്കല്ല നോക്കിയത് കേട്ടാ, ഞാൻ സിനിമയിലേക്കാണ് അത് നോക്കിയത്. മനസ്സിലായി? വെഡ്ഡിങ് ഓൾറെഡി നമുക്കറിയാം. പക്ഷെ ഞാൻ സിനിമയിലേക്ക് നോക്കി. എൻ്റെ ആ ലെവൽ മാറിയിട്ട് സിനിമയിലേക്ക് പോയിട്ട് സിനിമോട്ടോഗ്രാഫിയിലേക്ക് പോയി. അപ്പോൾ സിനിമോട്ടോഗ്രാഫിയും അതിൻ്റെ ഇതൊക്കെ വേറെ റൂൾസാണ്. അപ്പോൾ അതൊക്കെ പഠിച്ച് ആ പഠിക്കുന്നതിടയിൽ ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന് സ്ട്രഗിൾ കുറേ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ ഭയങ്കര വിഷമമായിരുന്നു. സത്യം അതെ, ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ആരുണ്ടായില്ല സത്യം പറഞ്ഞാൽ. എന്താ പറയാ, ഞാൻ ചില ടൈമിൽ കരഞ്ഞിട്ടവരുണ്ട് ഒറ്റയ്ക്ക്. സത്യം പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇത്ര എടുത്തു പറയാൻ വേറെ ഒരു നല്ല കാരണം, ഈ ഒരു കാര്യം ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ടേ ഏട്ടൻ്റെ വായിന്ന് ഇങ്ങനെ കേൾക്കുന്നതാണ്. അന്ന് അനുഭവിച്ച കാര്യങ്ങളും എല്ലാം കാര്യങ്ങളും എന്നോട് ഓരോന്നായി കല്യാണം കഴിഞ്ഞിട്ടല്ല, പെണ്ണുകാളിൽ ഞങ്ങൾ എൻഗേജ്മെൻറ്റ് കഴിയുന്ന സമയം തൊട്ടേ ഏട്ടൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഞാനന്ന് ഇങ്ങനെയായിരുന്നു. കുറേ കുറ്റപ്പെടുത്തലും, കുറേ നാണം കെടുത്തലും, ഒറ്റപ്പെടുത്തലും കുറേ അനുഭവിച്ചിട്ടുണ്ട്. നല്ല അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വന്നതാണ്. വന്നിട്ട് പോലും ഒരു എനിക്കറിയാം, എനിക്ക് നല്ല വിഷമം, ചില വിഷമം വന്ന് പോകും പറയുമ്പോൾ അത് വിട്. ആ ഒരു മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ, ഇങ്ങനെ ഒരു പുച്ഛിക്കൽ, ഇവനെന്ത് ചെയ്യാനാണ്, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വന്നു തുടങ്ങി. ലാസ്റ്റ് എന്തായി, എനിക്കൊരു വാശിയായിരുന്നു, എനിക്കിത് സക്സസ് ആവണം, ബിസിനസ് തുടങ്ങണം, ഇതിലേക്ക് തന്നെ പോകണം. അതന്നെ. അപ്പം ഇതിലേക്ക് ഇപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് തന്നെ പൊരുതി. ഞാൻ ചെയ്യാത്ത ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്, കൊച്ചിയിൽ പോയിട്ട് എന്നിട്ട് എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ടൈമിൽ സത്യം പറഞ്ഞ ആ സമയത്ത് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ. ഈ ഒരാളേ അല്ലായിരുന്നു ആ സമയത്തുള്ള, ഇതിൻ്റെ പകുതി പോലും ഇല്ല. ഫുഡിന് എല്ലാം കാര്യം കൊണ്ട് നല്ല ബുദ്ധിമുട്ടി. അന്ന് നല്ല അത്യാവശ്യം കഷ്ടപ്പെട്ട്, എന്താ വെച്ചാൽ ഒറ്റയ്ക്കെല്ലാം ഉണ്ടാക്കി വരിക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണല്ലോ. അപ്പം പിന്നെ അങ്ങനെ കുറേ നല്ലോണം കഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് എനിക്കും ഞാൻ ഈ ഒരു ആലോചന വന്നപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കേസായിരുന്നു. അത് പറഞ്ഞ പോലെ ഇവിടെ വന്നു, കുഞ്ഞിനെ കണ്ടു, കാര്യങ്ങൾ അവതരിപ്പിച്ചു, ഇങ്ങനെയാണ് കാര്യങ്ങൾ പക്കയായിട്ട് തന്നെ പറഞ്ഞു. ഇങ്ങനെയാണ്. എനിക്ക് ഗൾഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം പറഞ്ഞൊരു ക്യാരക്ടറാണ്. കാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല. അതെന്നോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തറിലേക്ക് തിരിച്ചു പോകാമെന്ന് ഒരിക്കലും പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതുവരെ ഏട്ടനോട് അങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യത്തിൽ അങ്ങനെ ഖത്തറൊന്നും എടുത്തിട്ടില്ല അല്ലേ. ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അതെന്താന്ന് എനിക്കറിയില്ല. ഇപ്പോഴും നമ്മളിപ്പോ ഒരു മാസം മുന്നേ വരെ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഖത്തറിൽ നിന്ന് വന്നിട്ട് ഇവൻ എന്തുണ്ടാക്കി. അങ്ങനെ മാത്രല്ല, നീ എന്തിനാ അത്രയും നല്ല ജോലി കളഞ്ഞു വന്നിട്ട് എന്തുണ്ടാവാനാണ്, എന്തുണ്ടാക്കാനാണ്. സത്യം പറഞ്ഞാല് എനിക്ക് നമ്മളുടെ ഒരു വിഷമാണ് കേൾക്കുമ്പോ തന്നെ ഭയങ്കര വിഷമാണ്. ഒരു മാസം ആയിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാര്യങ്ങളിൽ ഓടി നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു ഡയലോഗ് വെക്കുമ്പോഴേ നമുക്ക് അത്രയ്ക്കും വിഷമാവും. അത് അനുഭവിച്ചെനിക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എനിക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു, കോൺഫിഡൻസ് എന്ന സാധനം ഉണ്ടായിരുന്നു. അറിയോ, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞിനോട് കുഞ്ഞു മറ്റു പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് യൂട്യൂബ് ഉണ്ട് അല്ലേ. യൂട്യൂബിൽ നിന്ന് കിട്ടണ ഓരോരോ വരുമാനങ്ങൾ കൂട്ടി 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 വെച്ചിട്ട്, ഓക്കെ ഞങ്ങൾ പിശുക്കുണ്ടാവും, കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ പറയാം, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഇടയ്ക്കിടയ്ക്ക് ബ്രാൻഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്ത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒരുപാട് ഈ ആർഭാടം കാണിച്ച് നടക്കുന്നത് വളരെ കുറവാണ്. അപ്പം ആ കുറവുകൾ ഞങ്ങൾ കൂട്ടി വെച്ചിട്ട് സമ്പാദ്യമൊക്കെയാണ്.
ഞങ്ങളുടെ ആ ഒരു സമ്പാദ്യം അതിപ്പോ ഇത്രയും വലുത്. ഞങ്ങൾ രണ്ടാളും മനസ്സ് ഒരേപോലെയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും, എനിക്ക് ഏട്ടൻ്റെ ആ കഥ കേൾക്കാന്ന് തൊട്ടേ എനിക്കുണ്ടായി നമുക്കിവിടെ എത്രയും പെട്ടെന്ന് അതൊരു ആ സംരംഭം നമുക്ക് ഓപ്പൺ ചെയ്യണം അതായത് എന്നുള്ളൊരു ചിന്ത. ഫ്രീലാൻസ് ആണ്. അപ്പൊ ഫ്രീലാൻസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മൾ ഈ പുച്ഛിച്ചവരെ മുന്നിൽ പിന്നെയും നമ്മൾ ഇതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് എനിക്ക് എല്ലാം അറിയണമെന്നുണ്ട്. ഈ ബാംഗ്ലൂരത്തെ വെഡ്ഡിങ് എന്താണെന്ന് എനിക്ക് അറിയണം, ബാംഗ്ലൂരത്തെ കൾച്ചർ എന്താണെന്ന് അറിയണം. എന്നാൽ എനിക്ക് പാൻ ഇന്ത്യ എന്നുള്ള സംഭവം എനിക്ക് കിട്ടുള്ളൂ. എന്താണ് ഇപ്പം എനിക്ക് അടുത്തതേ പറഞ്ഞ ഒക്ടോബറിലൊക്കെ ബാംഗ്ലൂർക്ക് ഒരു വലിയൊരു വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഒരു പെട്ടെന്ന് നമുക്കൊരു വർക്ക് വരുമ്പോൾ അവിടെ പോയിട്ട് വിളിച്ചിരിക്കരുത്. എന്താണ് ബാംഗ്ലൂരത്തെ വെഡ്ഡിങ്, ഭയങ്കര ഡിഫറെൻ്റ് ആണ് കൾച്ചേഴ്സ്, അവിടുത്തെ രീതികളൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അതൊക്കെ ഞാൻ ബാംഗ്ലൂർ വെഡ്ഡിങ് കമ്പനിയിൽ പോയി വരെ വർക്ക് ചെയ്തു. ഒട്ടും പറ്റില്ല. അതായത് അവരുടെ കമ്പനിയിലുള്ള ആളുടെ ആട്ടും തുപ്പും ചീത്തയും പനി പിടിച്ച് കിടന്നിട്ട് വരെ ജോലിക്ക് പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാനുണ്ട്. അപ്പം ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോവണ്ട, പനി പിടിച്ച് അത്രയും ടയേർഡായി ഉറങ്ങാൻ പോലും നേരമില്ലാണ്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കണ്ടിന്യൂസ് ഉറങ്ങാതെ 1 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നല്ലോണം അറിയാം അതിൻ്റെ ഇതൊക്കെ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നാട്ടിൽ ഇതേപോലെ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. അവിടെ ആ ഒരു മാർക്കറ്റിങ്ങിലേക്ക് ഞാൻ പോയിട്ട് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീലാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് അവിടെ വരുന്നില്ല. ഇപ്പോൾ ഫ്രീലാൻസ് എൻ്റെ ഒരു സ്റ്റുഡിയോയുടെ ഒരു പേരോ അല്ലെങ്കിൽ ഞാനൊന്ന് വ്യക്തിയോടെ കാണുന്നില്ല. ഞാൻ ഇടയ്ക്ക് കുഞ്ഞോട് പറയും, എൻ്റെ പേര് മാത്രം വരുന്നില്ല. എനിക്കിങ്ങനെ ഓരോ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ട് പറയും കണ്ടത് ഇപ്പം ഞാൻ ചെയ്താ, പക്ഷെ എനിക്ക് പേരോ ആർക്കും കാണിച്ചു കൊടുക്കാനോ പറ്റില്ല. ഞാൻ ചെയ്തതാണെന്ന് പറയാൻ അങ്ങനെ ആർക്കും വിശ്വാസമാവില്ലല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്താന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താലും നമ്മുടെ കമ്പനി അല്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഞാൻ പുറത്ത് ഇങ്ങനെ ഫ്രീലാൻസിന് പോകുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ചേട്ടാ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടോട്ടെ, വീഡിയോ എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോട്ടെ, ഞാൻ എടുത്ത വീഡിയോ അല്ലേ. എന്നിട്ട് പോലും നമ്മളോട് പറയും അത് പറ്റില്ല, അത് അവരുടെ വർക്കാണ്, എൻ്റെ വർക്കല്ലല്ലോ. പക്ഷേ അതിൽ നിന്ന് നമ്മൾ തോറ്റ് കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് പിന്നെ വിജയിച്ച് വേറൊരു പാഠങ്ങൾ പഠിക്കും നമ്മൾ. ആ പാഠത്തിൽ ഇപ്പം എത്തി. അതിന് ഈ പറഞ്ഞ പോലെ ഈ എൻ്റെ വൈഫ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ അവസാനം വരെ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് കുഞ്ഞിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ട്. ഈ ഒരു സ്റ്റുഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കാണാൻ പോണ സ്റ്റുഡിയോ കണ്ടാലും അറിയാം. അത് പറയാണ് ഈ സ്റ്റുഡിയോ ആണ് ഞാൻ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള സ്റ്റുഡിയോ ആണ് അല്ലേ. വെഡിങ് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം കൂടി ഉള്ളൊരു സ്റ്റുഡിയോ ആണ് ഇട്ടേക്കണത്. കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂര്. അപ്പൊ ഞങ്ങളുടെ രണ്ടാലും വലിയൊരു സ്വപ്നമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1.5 കൊല്ലം ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ എനിക്ക് ഈ ഒരു സ്വപ്നമായിട്ട്. ചേട്ടൻ്റെ കുറേ വർഷത്തെ ഒരു സ്വപ്നമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ, എൻ്റെ ഭർത്താവിന് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതിന് കൂടെ നിന്നിട്ടുണ്ട്. ഇന്ന് വേറെ ആ ഒരു കാര്യത്തിന് ഞാൻ പിന്നിൽ നിന്നിട്ടില്ല. എന്തൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ കാശുണ്ടാക്കാം എന്നുള്ള രീതിയിൽ അതൊക്കെ നമ്മൾ ശ്രമിച്ച് ചെയ്ത് അതിലേക്ക് നമുക്ക് വരുന്ന ഓരോ എമൗണ്ടുകൾ നമ്മൾ അതിന് വേണ്ടി ചിലവാക്കി നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണം. പക്ഷെ നമ്മളത് ചെയ്യാതെ നമ്മുടെ ഈ വീഡിയോഗ്രാഫി ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് വേണ്ടി നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ രണ്ടാളും കഷ്ടപ്പാട് തന്നെയാണ്. ഭയങ്കരമായിട്ട് ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നിമിഷം വരെ നമുക്ക് റെസ്റ്റ് ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇത് വന്നപ്പോൾ റോള് ചെയ്യാൻ പോലും പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ റോള് ചെയ്യാൻ പോലും എവിടെന്നാ വാങ്ങാന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനോട് ചോദിച്ചാൽ എന്താ ചെയ്യുക. കുഞ്ഞനാണ് എനിക്ക് ഒരാളെ കാണിച്ചാലും അയാൾ മുഖേന എനിക്ക് കുറച്ച് പൈസ കിട്ടിയത് അല്ലേ. നമുക്ക് എന്തൊരാവശ്യം വരുമ്പോഴും നമ്മൾ ഏട്ടൻ്റെ കൂടെ നിൽക്കാന്നാണ് എനിക്കത് ചെയ്യേണ്ടത്. ആ ഒരു സന്തോഷം, ആ കാര്യം ചെയ്യുമ്പോൾ ആ സന്തോഷം കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. എൻ്റെ ഭർത്താവ് ഒരു നിമിഷം സന്തോഷിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു കുഞ്ഞൊരു കാശിൻ്റെ ആവശ്യം വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഞങ്ങൾക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് പേരുകളുണ്ടാവും കേട്ടോ നമുക്ക്. പക്ഷെ നമ്മളെ അടുത്തായിട്ടുള്ള ആരും നമുക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. അതെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കുറ്റപ്പെടുത്താൻ കുറെ പേരുണ്ട്. അല്ലാതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ മുന്നിൽ വെച്ചിട്ടും കുറേ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് എന്താ ചെയ്യുക, അത് നമുക്കറിയണവർ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരൊക്കെ കുറ്റപ്പെടുത്തി ഞാൻ മുന്നിൽ കേട്ടിട്ട് ഞാൻ പല നിമിഷവും ഞാൻ വിഷമിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പോട്ടെ, നമുക്കത് നല്ല രീതിയിൽ ശരിയാവും, നമ്മളത് ചെയ്ത് വരും. എന്താ വെച്ചാൽ
എൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് നമ്മളെങ്കിൽ കളിയാക്കുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട്. എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞൊരു ഭാര്യയുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഭർത്താവിന് എത്രത്തോളം വിഷമാവുമെന്ന് ആ ഒരു മനുഷ്യൻ്റെ മനസ്സ് നമ്മളെല്ലാം മനസ്സിലാക്കുള്ളൂ, അല്ലാണ്ട് ഈ ലോകത്ത് വേറെ ആരും മനസ്സിലാക്കില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വിഷമിച്ച് ഞങ്ങൾ രണ്ടാളും അത്യാവശ്യം ചില സമയത്ത് നല്ലോണം വിഷമിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ചില സമയത്ത് അത് നടക്കാതെ ആവുമ്പോഴും ഒക്കെ. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ദൈവാനുഗ്രഹവും അല്ലേ, കുറച്ച് പേര് നമ്മുടെ കൂടെ നിന്ന അനുഗ്രഹത്തിലും ഇപ്പം നമ്മൾ രണ്ടാളുടെയും അത്രയും പരിശ്രമം, ഇതിൽ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ രണ്ടാളും മാത്രം നിന്ന പരിശ്രമത്തിൽ ഇപ്പം ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് എത്തി. അത് സിനിമാറ്റിക് എന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ് ഞങ്ങൾക്കൊരു സമാധാനമായത്. അതന്നെ അത് ഞങ്ങളുടെ ഓണർ അവിടെ രാജുവേട്ടൻ തന്നെ പറയും, അത് ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോ ഞാനിവിടെ കണ്ടിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ അപ്പം തന്നെ സന്തോഷമാണ്. ഏത് ആ ഒരു കൊടുങ്ങല്ലൂരിൽ ഇത്ര വലിയൊരു ബിഗ് സ്റ്റുഡിയോ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പരമാവധി ഞങ്ങളോണ്ട് പറ്റണം എല്ലാ രീതിയിലും ഞങ്ങൾ അതിന് വേണ്ടി ശ്രമിച്ച് അതിനു വേണ്ടി അത്രയും ഭംഗിയാക്കിയെടുത്തു. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് പറയില്ല, ഞങ്ങൾക്ക് ഇതിൽ കണ്ടതിൽ ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു സംഭവത്തിലാണ് ഞങ്ങൾ ചെയ്തെടുത്തത്. ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കോടീശ്വരന്മാരാ വലിയ പൈസ ഉണ്ടായിട്ട് കിട്ടണമെന്നല്ല, പറഞ്ഞില്ലേ ഓരോ മാസവും കൂട്ടി വെച്ച് ഉണ്ടാക്കിയത്. ഒറ്റ ഒരു EMI ഇല്ല ആ സ്റ്റുഡിയോ കിട്ടിയിട്ടില്ല. കൂട്ടി വെച്ച ഓരോ പൈസ ഉണ്ടാക്കിയേക്കണേ. ഞാൻ ഇടാൻ വയ്യ, കല്യാണത്തിൽ ലോൺ കിടക്കണ്ടേ. നമ്മളിപ്പോ ഈ ക്യാമറ ലെൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തപ്പോഴും നമ്മുടെ കയ്യിൽ ഇപ്പൊ അതൊക്കെ നമ്മുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓരോന്ന് നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ എടുക്കണത്. അത് നമ്മൾ ഈ കാശ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഓരോ ഉയർച്ചകൾ എത്തിച്ച് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് അടുത്ത മാസം ഞങ്ങൾക്ക് ഒരു കൊല്ലമാണല്ലോ. ആ കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇത്രയും വലിയ സംരംഭം ഇടാൻ പറ്റുന്ന ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളോടാവണേക്കാട്ടും ഇരട്ടി വലുപ്പത്തിൽ ഞങ്ങൾ വിചാരിച്ചെങ്കാട്ട് അത്രയും ഇതിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ആദ്യം ഞങ്ങൾ ചെറിയൊരു ഇതിലേക്കാണ് പോയത്, പക്ഷെ നമുക്ക് ചെയ്ത് വന്നപ്പോൾ അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. അത് പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു അത്ര സ്റ്റുഡിയോയിലേക്ക് പോയത്. അത് ചെറുതിൽ നിന്നൊരു പറ്റൊരു വലിയിലേക്ക് മാറി. അത് ദൈവം ഞങ്ങളുടെ കൂടെ നിന്നിട്ടും ഉണ്ട് കേട്ടോ. ദൈവത്തിന്റെ അനുഗ്രഹം ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മളെ താഴ്ത്താൻ നോക്കണ ഒരു ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും, ചുറ്റുണ്ടാവും. പക്ഷെ നമ്മൾ അതിലൊന്നും താഴെയില്ല. നമ്മൾ ഉയർന്ന നമ്മളെ ദൈവത്തിന് അറിയാലോ നമ്മളെ, അതുകൊണ്ട് നമ്മളെ ദൈവം ഉയർത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അത് വേറെ ഒന്നുമല്ല ഇമോഷണൽ ആയത്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ നമ്മ വന്ന സാഹചര്യം നമ്മ പാസ്റ്റിലേക്ക് ആലോചിക്കും. സത്യം പറയട്ടെ, ആ കടയിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ ഏട്ടൻ പറയും, ഞാൻ പണ്ട് എന്തൊക്കെയാണ് അനുഭവിച്ചത് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത്, ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെയാണ് കഷ്ടപ്പെട്ടത്. അവിടുന്ന് ഓരോ ഉയർച്ചയിലേക്ക് ഇപ്പോൾ എത്തുമ്പോൾ ഏട്ടൻ അത് ഭയങ്കരമായിട്ട് ആ ചിന്ത വരും. അത് ഏതൊരു മനുഷ്യനും വരും. ഇപ്പോൾ ഞാൻ ഏട്ടൻ്റെ കൂടെ നിന്നിട്ട് കുറേ കേട്ടിട്ടുണ്ട്, ഏട്ടൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറേ പേര് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് അതിലേക്ക് ഓരോ ഉയർച്ചയിലേക്ക് വരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. ഓരോ സംഭവങ്ങൾ ആ വരുമ്പോൾ ഏട്ടൻ്റെ ആ കണ്ണിന്ന് ഏട്ടൻ ആ ശ്രദ്ധിക്കുന്നത്, ആ നോട്ടം, ആ ചിരി, അതൊക്കെ കാണാനാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അത് വേറെ ഒന്നുമല്ല, ഞാൻ ചില ടൈമിൽ ഇങ്ങനെ നമ്മൾ ഒരു 2 മാസം സ്ട്രഗിൾ വന്നു, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഗൾഫിന് പോകേണ്ടി വരുമോ? അപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മളില്ല, നമുക്കിവിടെ നിന്ന് നമ്മൾ വിജയിക്കും. നമ്മളാരെന്ത് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ നമ്മളാരും ഹെൽപ്പ് ചെയ്യാനും ഒന്നിനും ഇല്ലാത്തതുകൊണ്ടാണ്. ആ സമയത്തും കുറ്റപ്പെടുത്താനും കുറേ ആൾക്കാരുള്ളതുകൊണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അന്നായിട്ടും പറഞ്ഞു, നമ്മൾ ഇനി ഉയർന്നു തന്നെ വരുള്ളൂ, നമ്മൾ താഴ്ന്നു പോകാൻ നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് പറ്റണോടത്ത് നമ്മൾ ശ്രമിക്കും. ഇവിടെ ഒട്ടും പറ്റാതാവുമ്പോൾ മാത്രം നമുക്ക് വേറെ കാര്യങ്ങൾക്ക് നോക്കാം. നമുക്ക് പരമാവധി പറ്റണ പോലെ നമ്മൾ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ഏട്ടൻ്റെ കൂടെ നടന്ന് എനിക്കും ആ ഒരു ഫീൽഡിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞു ഞാനിപ്പോൾ ഓരോന്ന് പറയും, എനിക്കത് പഠിപ്പിച്ചു. വേറെ ഒന്നല്ല പറഞ്ഞു വന്നിപ്പോൾ ഏട്ടൻ്റെ കൂടെ ആ വർക്കിന് നടന്ന് ഞാനും ആ വർക്കിനോട് ഭയങ്കര ഇഷ്ടത്തിലായി. ഇപ്പോൾ ഓരോന്ന് പഠിപ്പിക്കാനും ഇപ്പം ഞാൻ ഏട്ടൻ്റെ കൂടെ ഹെൽപ്പറായി പോകും അല്ലേ. ഇപ്പം ലെൻസ് വെക്കാനും അങ്ങനെ ഓരോന്ന് പഠിക്കുക. എന്താ വെച്ചാൽ ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ ഷൂട്ടിന് കുഞ്ഞനായിരുന്നു ലെൻസ് മാറാനൊക്കെ വന്നിരുന്നത്. അപ്പം നമ്മുടെ ഇതിൽ വെഡിങ് സംബന്ധമായ എല്ലാം വർക്ക് എടുക്കുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ എന്ത് ഷൂട്ടില്ലേ, ഫോട്ടോ ഫ്രെയിംസ് കാര്യങ്ങള്, പിന്നെ ബർത്ത്ഡേ ആനിവേഴ്സറി, വളക്കാപ്പ്, സേവ് ദ ഡേറ്റ്, എല്ലാം തരം ഷൂട്ടുകൾ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഷൂട്ടും എടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം. നമ്മുടെ സ്റ്റുഡിയോൻ്റെ നമ്മുടെ നമ്പറൊക്കെ കൊടുക്കാം. വർക്കിൻ്റെ സംബന്ധമായ കാര്യങ്ങൾക്ക് വിളിക്കുക. സ്റ്റുഡിയോൻ്റെ നമ്പറൊക്കെ കൊടുക്കുക. വേറെ ഒന്നല്ല, വർക്കിൻ്റെ സംബന്ധമായി വിളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യമായിരിക്കുന്ന സമയത്ത് വിളിക്കുമ്പോൾ നമുക്ക് വർക്കിൻ്റെ അന്ന് വെച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വിളിക്കും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ശല്യപ്പെടുത്താനും വിളിക്കണവർ വേറെ പലവരും ഉണ്ടാവും. പെണ്ണുങ്ങളെ നമ്പറാന്ന് വിചാരിച്ചിട്ട് വിളിക്കണവരും പലവരും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമുക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിക്കായാലും വർക്കിൻ്റെ നമ്പർ കൊടുക്കുമ്പോൾ പെണ്ണുങ്ങളെ നമ്പറാന്ന് വെച്ചിട്ട് കുറേ നേരം രോഗികളെ വിളിക്കാറുണ്ട്. അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക. നമുക്ക് വർക്കിനാണ് ഏട്ടനാണ് കേട്ടോ ഫോൺ എടുക്കുക മിക്കവാറും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്റ്റോപ്പർ ഒന്ന് നമ്മുടെ സ്റ്റാഫിൻ്റെ ഏൽപ്പിക്കും നമ്മൾ ആ നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ അങ്ങനെ എന്തായാലും ഈ ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സ്റ്റാഫ് ഉണ്ട്. നമ്മുടെ കുറച്ച് പണികളൊക്കെ എടുക്കുന്നുള്ളൂ. ഇനി ബാക്കി കുറേ എല്ലാം മാക്സിമം ഒക്കെ കഴിഞ്ഞ് ഒരു 2-3 വർക്കും കൂടി എടുക്കുന്നുള്ളൂ. അത് ഏകദേശം ഇന്നോ നാളൊക്കെ ആയിട്ട് തീരും. അത് കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു സ്വപ്നം അത് നടക്കുന്നു. അതിൻ്റെ സന്തോഷമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞതൊക്കെ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അത് ഏട്ടൻ്റെ ഇമോഷണലാണ്. അത് എന്തായാലും ഉണ്ടാവും. പിന്നെ കാണുന്നവർക്ക് എങ്ങനെ മനസ്സിലാവും എന്നൊന്നും അറിയില്ല. ഞങ്ങൾ പല രീതിയിൽ എടുക്കാം, പല രീതിയിൽ വ്യാഖ്യാനിക്കാം, പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ പല രീതിയിൽ അത് വളച്ചൊടിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, ഒരു ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി അത് വളച്ചൊടിച്ച് അത് വേറെ തരത്തിലേക്ക് കൊണ്ടുപോകണ ടീംസൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നല്ല, നമ്മുടെ വിഷമം പറയണം, നമ്മുടെ കാര്യങ്ങൾ പറയണം, അത് മനസ്സിലാക്കുക. ഇതേപോലെ കഷ്ടപ്പെട്ട് ഓരോ സംരംഭം തുടങ്ങിയവർക്കും നമുക്കത് പറയുന്നത് നല്ലോണം മനസ്സിലാവും അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ഏട്ടൻ്റെ കൂടെ ചെയ്താലും മുഴുവനും എല്ലാ കാര്യത്തിനും ഉറപ്പായി നിൽക്കും. അതെ. പിന്നെ സ്റ്റുഡിയോ പറയല്ല കുഞ്ഞാലേ, അത് നിങ്ങൾ വരണം, നിങ്ങളൊക്കെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പണിങ്ങിൻ്റെ എന്തായാലും ഇതടിക്കുന്നുണ്ട്. നമ്മൾ പാടിച്ചിട്ട് അതൊക്കെ നമ്മൾ യൂട്യൂബിൽ എന്തായാലും ഇടും. ഇപ്പോൾ നമ്മളത് കറക്റ്റ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. കാരണം ഇനി മുന്നേ പോകേണ്ടതായിരുന്നു. ലേറ്റായി എന്നാലും പക്ഷെ ഞാൻ അധികം ദിവസമില്ല, ഒരു 3-4 ദിവസത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാവും. അറിയിക്കും. അപ്പം എന്തായാലും അറിയിക്കും. ഞങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് വേറെ ഒന്നുമല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന് എല്ലാവരും വിചാരിക്കും എന്താണ് വീഡിയോ ലേറ്റ് ആവണത്, എന്താണ് വീഡിയോ കാണാത്ത ചിന്ത ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇടാം. എപ്പോഴും വിചാരിക്കും ഇവിടെ ഇന്ന് ഇട്ടാലോ, അയ്യോ ഇത്ര നേരം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇല്ലേ, കാര്യങ്ങൾ ഇപ്പൊ കുറച്ച് കാര്യം ചെയ്യാനില്ലേ. പിന്നെ വേറെ ഒന്നല്ല, നമ്മളിത് റിവീൽ ചെയ്യാതെ നമ്മൾ മിക്ക ടൈമിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോപ്പിലായിരിക്കും. അപ്പോൾ റിവീൽ ചെയ്യാതെ നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. റിവീൽ ചെയ്യാന്ന് വേറെ ഒന്നല്ല, നമ്മുടെ എല്ലാം കാര്യങ്ങളും ഒത്ത് വന്നിട്ട് റിവീൽ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അല്ലാണ്ട് അത് നടക്കാതെ പോയാൽ ഞങ്ങൾക്കും അത് ഭയങ്കര വിഷമാവില്ലേ. അപ്പം അങ്ങനെ നമുക്ക് അവിടെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ 8 മണി ആകുമ്പോഴേക്കും അവിടെ എത്തി. പിന്നെ രാത്രി 9 മണി 10 മണിക്ക് തിരിച്ചു വരാം. എന്താ വെച്ചാൽ പണിക്കാരോട് നമ്മൾ പറഞ്ഞ് പണി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് ഇത്രയും ലൈറ്റായി. അപ്പം നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ 1 മാസമായി. അപ്പോൾ തിന്നിട്ട് ഇത്രയും ലൈറ്റായി. പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ പോലും നല്ലോണം വഴുകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കാര്യത്തിൽ കുറേ പേര് നമ്മളെ ഈ പറഞ്ഞ പോലെ മെൻ്റലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് അവരോട്. ഫ്രണ്ട്സ് ആണെങ്കിലും പല അല്ലേ ഇതിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത്. പിന്നെ രാജീവേട്ടനാണെങ്കിൽ അവിടുത്തെ ഓണർ, നമ്മുടെ ബിൽഡിംഗ് ഓണർ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പറഞ്ഞാൽ തീരല്ല. എന്താ വെച്ചാൽ ഭയങ്കര സപ്പോർട്ട് നമുക്ക് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ചെയ്ത് തരാനും മുൻനിന്ന് നമ്മൾക്ക് പല കാര്യങ്ങളും അറിയാതെ ആള് തന്നെ എല്ലാം വിളിച്ച് ഏൽപ്പിക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും സപ്പോർട്ട് നമുക്ക് കുറച്ച് ടെൻഷൻ കുറഞ്ഞു. ഇപ്പൊ ഞങ്ങള് എങ്ങനെയും നാളൊക്കെ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ ആള് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, സ്റ്റാഫ് ഇവിടെ പണിക്കാരനെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടൻ നോക്കി. അങ്ങനെ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ നമുക്ക്. അങ്ങനെ അപ്പം ഞങ്ങള് പറഞ്ഞിപ്പോൾ ഭയങ്കര ലെങ്തായി തോന്നുന്നു കേട്ടോ. സംസാരിച്ചിരുന്ന് സംസാരിച്ചു പോകും. അപ്പൊ ഇനിയൊക്കെ വീഡിയോസ് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ റിവീലിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? റിവീലിംഗ് കഴിഞ്ഞ് നമുക്ക് പറഞ്ഞ പോലെ കറക്റ്റ് ഒരു പ്ലാനായി. പിന്നെ കുറച്ച് പേര് ഗസ് ചെയ്തിട്ടുണ്ടായിട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സംഭവം നടക്കാൻ പോകുന്നത്. അപ്പൊ കുറച്ച് പേര് ഗസ്, കുറെ പേര് ഗർഭിണിയാണെന്നാ വിചാരിച്ചു. അപ്പൊ ഇതൊന്നും നമുക്ക് കുറെ നാൾ കുറച്ചൊരു കഴിയട്ടെ. അപ്പൊ നമ്മുടെ ഒരു കാര്യം നടന്നു, നമുക്ക് സന്തോഷമായി. ഇപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഓടി നടക്കാൻ എപ്പോഴും ഏട്ടൻ്റെ കൂടെ ഞാനുണ്ട്. രാവിലെ വർക്ക് ചെയ്ത് ആ സ്ഥലത്തേക്ക് പണിക്കാര്യത്തിന് പോവുകയാണെങ്കിൽ ഞാൻ കൂടെ പോകും. എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ്. ഇപ്പോൾ കട കാണാൻ പോയത് തൊട്ട് എഗ്രിമെന്റ് കഴിഞ്ഞ ലാസ്റ്റ് പണികൾ വരെ ഞങ്ങൾ ഒരുമിച്ചാണ്. അതായത് അവിടെ ഒരു
ബുദ്ധപ്രതിമ വെക്കുകയാണെങ്കിൽ പോലും അല്ലെ ഒരു ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ചിട്ടാണ്. ഭാര്യയുടെ തീരുമാനം കേൾക്കാന്ന് പറയണവരുണ്ടാവും, അത് പറഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ഭാര്യയുടെ കേൾക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല അല്ലേ. അപ്പൊ ഈ പറഞ്ഞ നമ്മി പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടാളും ഒരാളും കാര്യം കേട്ടിട്ടില്ല, ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ച് ഇഷ്ടത്തിൽ എടുക്കണതാണ്. അത് ആ ഒരു തീരുമാനങ്ങൾ ഇഷ്ടാവായിക എന്ന് പറയണത് ഐ ഡോണ്ട് കെയർ അത്രേ ഉള്ളൂ. പിന്നെ അത്ര അവസാനിപ്പിക്കാനാണ് ഏറ്റവും നല്ലത്. പിന്നെന്താ, പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഉള്ളൂ ഇനി പറയാൻ. നമ്മുടെ കടയുടെ പണികൾ കാര്യങ്ങൾ നമ്മൾ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായി. കുറേ ദിവസത്തെ വീഡിയോസ് ഉണ്ടാവും അതിൽ. ആ വീഡിയോസൊക്കെ ഇനി ഇതിൽ കാണാം. കുറേ ദിവസത്തെ വീഡിയോ ഉണ്ടല്ലേ, ഒരാഴ്ചത്തെ വീഡിയോസൊക്കെ ഞാൻ തോന്നുന്നു പെട്ടെന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തിരക്കിലൊന്നും കുറേയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണാം. അപ്പം ഞങ്ങളുടെ സംരംഭം തുടങ്ങുന്നതിന് എല്ലാവരും പ്രാർത്ഥന വേണമല്ലേ, എല്ലാവരുടെയും അനുഗ്രഹം വേണം. നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങളുടെ ബിസിനസ് നന്നായി വളർന്നു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും അനുഗ്രഹം വേണം. എല്ലാവരും കൂടെ സപ്പോർട്ട് നിൽക്കണം. അപ്പം ഇനി വർക്കിൻ്റെ സംബന്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. നമ്മുടെ സ്റ്റുഡിയോ ഇവിടെ കൊടുങ്ങല്ലൂരുണ്ട് അല്ലേ. ഇനി നമ്മളെ കാണണമെങ്കിൽ കൊടുങ്ങല്ലൂർ സ്റ്റുഡിയോയിൽ വന്നാൽ നമ്മളവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ കൊടുങ്ങല്ലൂര് നമ്മളുടെ മദാമപ്പള്ളി നമ്മുടെ അറിയപ്പെടാട്ടാ, അതാണ് സെന്റ് തോമസ്. അത് ആ ഏരിയയിലുള്ളവരൊക്കെ അങ്ങനെ പറയാ. അപ്പൊ നമ്മുടെ ക്രാഫ്റ്റിന്റെ ഒക്കെ സൈഡാണ്. പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗ് ആണ്. കോവിലാർട്ട് എന്നാണ് ബിൽഡിങ്ങിന്റെ പേര്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഓപ്പണിങ്ങിന്റെ വീഡിയോയിൽ പറയാം. വലിച്ചങ്ങോട്ട് നീട്ടുന്നില്ല, ഇരുന്ന് സംസാരിച്ചു പോയോണ്ടാണ്. സത്യം പറഞ്ഞാൽ നല്ല ഇരുട്ടായി. ഇനി കുറച്ചേരം റെസ്റ്റ് എടുക്കണം. കുറച്ച് ദിവസമായിട്ട് റെസ്റ്റ് ഇല്ല. അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അപ്പൊ ബാക്കി വീഡിയോസ് ഒക്കെ കണ്ടോട്ടെ, ഇങ്ങനെ പോണാണ് വീഡിയോസ്. ഇങ്ങനെ ഞങ്ങളുടെ കടയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട്. അപ്പൊ എല്ലാം കണ്ടിട്ട് കമന്റ്സ് നല്ലത് ഇടുക അല്ലേ. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പണിത്തിരക്കിലേക്കും കാര്യങ്ങൾക്കൊക്കെ കടന്നു. അങ്ങനെ നമ്മുടെ ഷോപ്പിൽ ആദ്യം പണികളും കാര്യങ്ങൾക്കുള്ള ദിവസത്തിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പണിക്കാരെയും കാര്യങ്ങളൊക്കെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിൽഡിങ് വരുന്നത് ഇതാണ് കേട്ടോ. അവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഇത് വരുന്നത്. ഓട്ടോമൊബൈൽ എന്ന വേദിൻ്റെ മേലിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഓരോ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇലക്ട്രീഷ്യൻ വർക്കായിരുന്നു ഫസ്റ്റ് തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഞങ്ങൾ പിറ്റേ ദിവസമായിട്ടാണ്. പിന്നത്തെ ദിവസം ഞങ്ങൾ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിക്കാണ്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ടാണ്. എന്നുവെച്ചാൽ ഒരു നേരമൊക്കെ ഫുഡ് കഴിച്ചായിരുന്നുള്ള സമയത്ത് നമുക്ക് സമയങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകും. അത് കഴിഞ്ഞ് വന്നിട്ട് ഏട്ടനും പണിയെടുത്ത് സഹായിക്കുകയാണ് കേട്ടോ. ഒരു ചേട്ടൻ വന്നപ്പോൾ ഹെൽപ്പറിനൊന്നും കൊണ്ടൊന്നും അല്ല വന്നത്. അപ്പോൾ ഏട്ടനായിരുന്നു കൂടുതൽ അന്നത്തെ ദിവസം പണിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നത്തെ ഒരു ദിവസമായി. അങ്ങനെ പല ദിവസങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോവാണ്. പെയിൻറ്റ് പണി സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ. നമ്മുടെ പെയിൻറ്റ് പണി സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ അന്നത്തെ ദിവസം ഏട്ടൻ ബക്കറ്റൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ അവിടെ സംസാരിക്കുന്നുണ്ട്. അന്നത് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റില്ല, അത്രയും വണ്ടി ആയതുകൊണ്ടാണ് അവിടുത്തെ വോയിസ് കൊടുക്കാത്തത്. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കതിനെ പണിയൊന്നും ഉണ്ടായില്ല കേട്ടോ അവിടെ പോയിട്ട്. അങ്ങനെ നമ്മുടെ ചെമിരുമ്പോൾ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കാണ്. അങ്ങനെ ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് വീഡിയോ എടുത്ത് നിർത്തിയതാണ് കേട്ടോ. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ചേരം വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ വന്നു. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മള് പിന്നെ തൃശ്ശൂർ പോയില്ല, ഫർണിച്ചർ എടുക്കാനായിട്ട് തൃശ്ശൂരൊക്കെ പോയ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് രാവിലെ എണിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ സീലിംഗ് പെയിന്റ് അടിക്കുന്നുണ്ട്, പിന്നെ പുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് 5-ാം തീയതി പണികൾ കഴിയോ എന്നുള്ളൊരു സംശയത്തിലാണ്. അല്ല, ഓരോ പണി കഴിയുമ്പോഴാണ് നമുക്ക് ഇനി അടുത്ത അത് ചെയ്യാനുണ്ടല്ലോ ആലോചന ഒക്കെ വരുമ്പോ ഇനി ഇഷ്ടം പോലെ പണികളുണ്ട്. അപ്പൊ തീരെ വിചാരിക്കുന്നു 10-ാം തീയതി. നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു 4-ാം തീയതി ആയിരുന്നു. പിന്നെ അപ്പോഴേക്കും ഒന്നും തീരാത്തോണ്ട് നമ്മള് പിന്നെ 10-ാം തീയതി ആക്കി. ഞാൻ അതിന്റെ ഉള്ളിൽ തീരണം. പിന്നെ ഏട്ടൻ അങ്ങോട്ട് ഫുള്ള് വർക്കായോണ്ട് ഒട്ടും സമയം ഉണ്ടാവില്ല കേട്ടോ ഈ ഓപ്പണിങ്ങിന്. ഇതാണ് ബുദ്ധിമുട്ട്. സീസൺ ആണല്ലോ, വെഡിങ് സീസൺ ആയതുകൊണ്ട് അടുപ്പിച്ച് കിടക്കാം. അതിനുള്ളിൽ തീർക്കാനാണ് 10 പറഞ്ഞത്. 10 കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. കൊറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാന്. ഓപ്പണിങ്ങിനുള്ള ഡ്രസ്സ് സാരി ഞാൻ കൃപേന്ന് എടുത്തിട്ടുണ്ട്.
അമ്മയ്ക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഗൃബേന്നൊരു സാരി എടുത്തിട്ടുണ്ട് അമ്മ എനിക്ക് തന്നതാണ്. അപ്പൊ ആ സാരി എടുത്തിട്ട് ബ്ലൗസ് അടിക്കാൻ കൊടുക്കണം, ഏട്ടന് ഡ്രസ്സ് എടുക്കണം. ഇനി അങ്ങനത്തെ കുറെ കാര്യമുണ്ട്. കൃപയിലേട്ടനില്ല, ഏട്ടന് കടയിൽ നിന്ന് എടുക്കണം. സാരി മാത്രല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫർണിച്ചറും കൂടി എറണാകുളത്ത് നിന്ന് വരാനുണ്ട്. ഇനി വേറെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ പുതിയതായിട്ട്? ചെറുതായിട്ടൊരു എന്തെങ്കിലും വാങ്ങണം. ഇപ്പൊ വേറൊരു ഷോപ്പിൽ പോയപ്പോ അവിടെ കുറച്ച് ചെയറുകൾ എടുക്കണുണ്ട്. അപ്പൊ അങ്ങനത്തെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. കൊറേ സാധനങ്ങളായി. പിന്നെ ബോർഡ് വർക്ക് 8-ാം തീയതിയോട് കൂടി കഴിയുമെന്ന് വിചാരിക്കാം. ക്ലാസ് ഡോറൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് ഇടാ വേണ്ടോ? എന്നാലും ഇനിയൊരു 3-4-5 ദിവസത്തെ പണി ഇനിയുണ്ട് എനിക്ക് തോന്നണേ. കൊറേ സത്യം പറഞ്ഞ ഫുഡ് അടി ഇപ്പൊ നമ്മള് പുറത്തുനിന്നാണ് കേട്ടോ, വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിക്കാറില്ല, കാലത്ത് കഴിക്കാറില്ല, ഉച്ചയ്ക്ക് കഴിക്കും. അല്ല ഞാൻ വേറെ ഒന്നല്ല, ഏട്ടൻ രാവിലെ പോകുമ്പോ എന്നെ കൊണ്ടേ പോവൂ. അപ്പൊ പിന്നെ എനിക്ക് ഉണ്ടാക്കാനുള്ള നേരമില്ല. പിന്നെ വീടെത്തുമ്പോ തന്നെ ഒരു സമയാവും. ഇന്നലെ നമ്മള് വീട് എപ്പോഴാ എത്തിയത്, പിന്നെ റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. പക്ഷെ ഇപ്പൊ ആദ്യമൊക്കെ പറഞ്ഞ എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെ റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. ഇപ്പൊ എത്ര രാത്രിയായാലും റെസ്റ്റ് എടുക്കണം എന്നുള്ള ചിന്തയൊന്നും ഇല്ലാണ്ടായി. ഓടി നടന്ന് അതിന് ഇഷ്ടായി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിട്ടാണ്. അത് ശരിയാ. ഇതിലിപ്പോ കാലത്ത് എനിക്ക് ഇവിടേക്ക് വരണം എന്നുള്ളൊരു ടെൻഡൻസി ആയി. ഉറങ്ങുമ്പോ തന്നെ രാവിലെ എനിക്ക് വരണല്ലോ എന്നുള്ള കിടപ്പിലാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. ഇന്ന് മാത്രം കുറച്ച് ലേറ്റ്, കാരണം അത്രേ ഒരാഴ്ചയോളം കാലത്ത് പിന്നെ ഇന്നലെ അലർജിയുടെ ഗുളിക കഴിച്ചിട്ടൊന്നും ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇന്ന് രാവിലെ നേരത്തെ വരേണ്ട പരിപാടി ഉണ്ടായില്ല. പെയിന്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായി. അപ്പൊ അവര് വന്ന് ചെയ്ത് തുടങ്ങും. പിന്നെ നമുക്ക് ബാക്കി 10 മണിയാകുമ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടാണ്. കറക്റ്റ് 8 മണിക്ക് ഇവിടെ എത്താറുണ്ട് നോർമല്. ഇന്ന് മാത്രമാണ് ഇത്തിരി വൈകി. പക്ഷെ ഇന്നെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടിട്ടുള്ള കാരണമാണ് കേട്ടോ. പിന്നെയും വന്നിട്ട് പെയിന്റ് ഒക്കെ വാങ്ങാൻ പോയി, കുറച്ച് പെയിന്റുകളും സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. ഇനിയും കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷൂട്ട് ഉണ്ട്, 2 ഷൂട്ട് ഉണ്ട്. ചേട്ടനും ചേച്ചിയും സാരി. ഇനി ഗുരുവായൂർ അമ്പലത്തിൽ പോണം. അപ്പൊ പോകുമ്പോ വേണം ചേച്ചിക്ക് ബ്ലൗസിന്റെ അളവ് കൊടുക്കാൻ. അപ്പൊ അങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓപ്പണിങ്ങിന്റെ വീഡിയോ, ഇനി നല്ല നല്ല വീഡിയോസ് ആയിരിക്കില്ലേ അല്ലേ? നേരത്തെ ഞാനൊക്കെ ഞാൻ പക്ഷെ ഇപ്പൊ ഒന്ന് ശരിയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. തടിയില്ലേ, ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടാ. അല്ല ഇപ്പൊ പുറത്താണെങ്കിലും 3 നേരം പിന്നെ നമ്മൾ പോയി കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വിശപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബ്ലൗസ് അടിക്കാൻ കൊടുക്കാൻ പോണം, അങ്ങനത്തെ കുറച്ച് കാര്യമുണ്ട്. അപ്പൊ പോവാ നമുക്ക്. ഡോക്ടറെ അടുത്ത് പോകണം. ഡോക്ടറെ അടുത്ത് നിന്ന് രാവിലെ പോന്നിച്ചു. പക്ഷെ പെയിന്റ് ഒക്കെ വാങ്ങി വന്നപ്പോ 12:30. അപ്പൊ ഡോക്ടർ പോയി. ഇനി 4:30 ഇരിക്കും. അപ്പൊ കാണിക്കാട്ടാ. പക്ഷെ ഇന്നലെ അത്ര ചുമ ഉണ്ടായില്ല. എന്റെ കൈ കടഞ്ഞു, മനസ്സിലായില്ലേ? സത്യമായിട്ട് നല്ല കൈയാണ്. കൊറേ നേരം പിടിക്കുമ്പോ നമുക്ക് ഫോണിങ്ങനെ അറിയാം. അപ്പൊ അങ്ങനെയാണ്. പോവാ നമുക്ക്. അപ്പൊ ഇനി ഒരു 2-3 സ്ഥലത്ത് ഫർണിച്ചർ നോക്കാനുണ്ട്. അതുകൊണ്ട് നോക്കിട്ട് വരാം. ഇപ്പൊ നിക്ക ബിൽഡിങ്ങിന്റെ ഒരു സൈഡ് മുകളിലാണ് കേട്ടോ. അപ്പുറത്താണ് ഒരു ഓണറുടെ വീടുണ്ട് ഈ സൈഡില്. രാജീവേട്ടൻ എന്നാണ് ഓണറുടെ പേര്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാ. ഇന്നലെ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നത്. ടീച്ചർ പറഞ്ഞാല് രാജുവേട്ടന്റെ ഭാര്യ ടീച്ചറാണ്. പിന്നെ മക്കളും എല്ലാരും ഞങ്ങള് സെറ്റാണ്, അടിപൊളിയാണ്. രാജുവേട്ടൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കൊറേ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. നമുക്ക് കൊറേ പണിയുടെ ആൾക്കാരൊക്കെ രാജുവേട്ടൻ തന്നെ സെറ്റ് ചെയ്ത് തന്നോട്ടാ. ഇതിനുള്ളിൽ തന്നെ ഇപ്പൊ പറഞ്ഞ ലാഡർ കാര്യങ്ങൾ അതൊക്കെ, പിന്നെ ക്ലീനിങ് ചെയ്തു തന്നു. നമുക്ക് കൊറേ കാര്യങ്ങൾ ചെയ്തു തരാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടാ. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഭയങ്കര ഇതാ. നമുക്ക് എന്താണല്ലോ ഉള്ളോ ഈ ഒരു ഓടിയടക്കണം. സത്യം പറഞ്ഞ ഞങ്ങള് രണ്ടാളും കഴിഞ്ഞ പിന്നെ രാജീവേട്ടനാണ് കൂടുതൽ ഇതില് ചെയ്തിരിക്കണ എല്ലാ കാര്യങ്ങളും. അവർക്ക് കാണിക്കാം നമുക്ക്. ഇനാഗ്രേഷൻ വീഡിയോയിലൊക്കെ എന്തായാലും സെറ്റാണ്. അപ്പൊ അങ്ങ് പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ വേറൊരു ദിവസത്തെ പണിത്തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സിസ്റ്റം വെക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പൊ അതൊക്കെ ആയിട്ട് തന്നെ ഇറക്കാണ്, ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനിയുള്ള പണികളും കാര്യങ്ങളും നമ്മുടെ ഷോപ്പിന്റെ കുറേ കാണിക്കലും ഡീറ്റെയിൽസും ഒക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ കണ്ടില്ലേ? അപ്പൊ ഞങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങളൊക്കെ പറയാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.